പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് കട്ട് വർക്ക് സാരീസാണ്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ കട്ട് വർക്ക് സാരികൾക്ക് കളറിലും ഡിസൈനിലും മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു കളറിൽ തന്നെ പല ഡിസൈനിലുള്ള കട്ട് വർക്കുകളും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഒരേ കളറിനോടനുബന്ധിച്ച് തന്നെ ആ കട്ട് വർക്കും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സെൽഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ട് സൈഡിലും ഇത് വന്നിട്ടുണ്ട്. അതുപോലെ ലോവർ പോർഷനിലും കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് പല്ലുവിലുള്ള കട്ട് വർക്ക് വരിക. ഇതിൻ്റെ മറ്റ് കട്ട് വർക്കുകൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് മറ്റൊരു കട്ട് വർക്കിൻ്റെ ഡിസൈൻ വരിക. ഇതാണ് ഒരു ഡിസൈൻ. ഇത് പീച്ച് ഷെയ്ഡിലാണ് വരിക. ഇതാണ് അതിൻ്റെ മറ്റൊരു ഡിസൈൻ. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡിൽ. അതുപോലെ ഇത് എൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സെൽഫായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ആയിട്ടും അതുപോലെ വൺ പ്ലീറ്റ് ആയിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. വെയ്റ്റ് ലെസ്സാണ്. അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും സ്കാറ്റേഡ് ആയിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. രണ്ട് സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഈ സൈഡിൽ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ സൈഡിൽ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതാണ് ഇതിൽ വരുന്ന ബ്ലൗസ് പീസ്. പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിലൊരു ലൈൻ പോലെ സെൽഫായിട്ട് തന്നെ ഇതിലും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ആണ് പല്ലുവിൽ വരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സെൽഫായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈനാണിത്. ഇതാണ് അതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135 ആണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലും സെൽഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്നതിൽ നിന്ന് ഇപ്പോൾ ഈ ഡാർക്ക് കളേഴ്സൊക്കെ കാണുമ്പോൾ ചിലപ്പം സ്വല്പം ഡിഫറൻസ് വരാം. അപ്പോൾ അത് ഒന്ന് വീഡിയോ കോളിൽ ഡൗട്ടുള്ളവർക്ക് ഒന്ന് വീഡിയോ കോൾ വിളിച്ച് അതൊന്ന് കാണുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാണിച്ചു തരാൻ ഞങ്ങൾ സന്നദ്ധരുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലുമാണ് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. നമുക്ക് ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു സാരിയാണ്, പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. അപ്പോൾ ഇതിൻ്റെ കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും. അതുപോലെ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് ഈ മെറ്റീരിയൽ വരുന്നത്. കണ്ടോ, ഇതങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ തന്നെ ഈ മെറൂണിൻ്റെ തന്നെ കട്ട് വർക്ക് ഡിഫറൻ്റായിട്ട് വരുന്നത്. ഇത് ഒരു ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇത് ഈ മെറൂണിനേക്കാളും സ്വല്പം ലൈറ്റായിട്ടാണ് വന്നത്. ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഡാർക്ക് മെറൂണ്. ഇത് സ്വല്പം ലൈറ്റ് മെറൂണുമായിട്ടാണ് വന്നിരിക്കുന്നത്. കട്ട് വർക്കിൽ എല്ലാത്തിനും മാറ്റമുണ്ട്. കട്ട് വർക്കിനും എംബ്രോയ്ഡറി വർക്കിനും മാറ്റമുണ്ട്. എല്ലാം സെൽഫായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും വിത്ത് ബ്ലൗസും ഉണ്ട്. ഇതും ആ ലൈറ്റ് മെറൂണിൽ തന്നെ, പക്ഷേ ഇതിൻ്റെയും കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലും സ്വല്പം ഡിഫറൻസ് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2135 ആണ്. നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡറും കട്ട് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ബോർഡറിൽ തിക്കായിട്ട് തന്നെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഈ ഡിസൈൻ വരിക.
ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കളറിൽ തന്നെ ഈ കട്ട് വർക്കുകൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ടൊന്ന് കാണിക്കാം. ഒത്തിരി ഡിഫറൻസ് ഇല്ല, പക്ഷേ അത് ചെറിയ ഡിഫറൻസ് എല്ലാത്തിനും വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. റേറ്റ് വരുന്നത് 2135 ആണ്. വിത്ത് ബ്ലൗസാണ്. ഇതിൻ്റെ കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലും മാത്രമാണ് വ്യത്യാസമുള്ളൂ. കളറുകളെല്ലാം നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലും സെൽഫായിട്ട് തന്നെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും സ്കാറ്റേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ബോർഡർ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. എല്ലാ ഡിസൈനുകളും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനേക്കാളും സ്വല്പം ഡാർക്കായിട്ടാണ് ഇതിൻ്റെ ബോർഡർ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇനി ഇതിൻ്റെ തന്നെ മറ്റ് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കിലും ഡിഫറൻസ് ആയിട്ടുണ്ട്. അത് കാണിക്കാം. ഇതാണ് ഇപ്പോൾ ഒരു യൂണിഫോമിനൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ കട്ട് വർക്കിൽ മാത്രമേ മാറ്റുള്ളൂ. സെയിം കളേഴ്സിൽ തരാൻ സാധിക്കും. അപ്പോൾ ഇത് ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പിങ്ക് നല്ലൊരു കളർ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇത് വരിക. ഇത് മറ്റൊരു ഡിസൈൻ വരുന്നു. ഇത് മറ്റൊരു ഡിസൈൻ. എല്ലാം നല്ല ഭംഗിയാണ്, പക്ഷെ ഒരുപോലത്തെ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നത്. ഇത് മറ്റൊരു ഡിസൈൻ. റേറ്റ് വരുന്നത് 2135 ആണ്. ഇതൊരു ഓണിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിന് സെൽഫായിട്ടൊരു ലൈൻസും കൂടെ വരുന്നുണ്ട്. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ഉണ്ട്. അതുപോലെ ബോർഡർ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇതാണ് പല്ലുവിലുള്ള ഈ ഡിസൈൻ. ഓരോ ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഈ സൈഡിലും ഇങ്ങനെ വരുന്നു. ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി, പക്ഷേ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. അപ്പോൾ ഈ കട്ട് വർക്കിൻ്റെ തന്നെ മറ്റ് കട്ട് വർക്കുകളും കൂടി ഈ കളറിൽ തന്നെ നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ മറ്റൊരു ഡിസൈൻ. മറ്റൊരു ഡിസൈൻ ആണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു പാർട്ടികൾക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലും ഉള്ള മാറ്റമുള്ളൂ. കളറിൽ സെയിം തന്നെ സാരികൾ എടുക്കാൻ പറ്റും. നല്ല കളർ ഷെയ്ഡുമാണ്. എല്ലാം പല ഡിസൈനുകളാണ് കേട്ടോ. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കിലും ഡിഫറൻസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും റേറ്റ് 2135 ആണ്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കളറുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. അതുപോലെ ഏത് കളർ ടോണുകാർക്കും, ഒരു ഇച്ചിരി കളർ കുറഞ്ഞവർക്കൊക്കെ ആയാലും അനുയോജ്യമായ കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലുള്ള സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വരുമ്പോൾ ഈ സാരി നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ കിട്ടും. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഞാൻ എല്ലാത്തിൻ്റെയും പറഞ്ഞ പോലെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നു.
സെൻറ്ററിലായിട്ട് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ആ എംബ്രോയ്ഡറി വർക്ക് ഹാഫായിട്ടും ബോർഡർ തിക്കായിട്ടും, അതായത് ബോർഡർ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരിക. എല്ലാ സാരിയും ഇതിൻ്റെ അങ്ങനെ തന്നെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഉണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അങ്ങനെ ചാടിപ്പോകുന്ന ഇതൊന്നുമല്ല. നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെറിയ പ്ലേറ്റ്സ് ആയിട്ടോ അതുപോലെ 1 ഫ്ലീറ്റ് ആയിട്ടോ എങ്ങനെ വേണേലും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ വരുന്നത്. ഇതാണ് ഈ സാരി ഒരു ഇതായിട്ട് എടുക്കുമ്പോൾ ഇത്രയും കനം വരുന്നുള്ളൂ. പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയും വരുന്നു. അപ്പോൾ ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ തന്നെ ഈ കളറിൽ തന്നെ മറ്റ് എംബ്രോയ്ഡറി വർക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. എല്ലാ ഡിസൈനുകളും ഭംഗിയാണ്, പക്ഷേ ഒരുപോലത്തെ അല്ല, ഡിഫറൻ്റ് ആയിട്ടാണ് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നത്. ഇതിൽ നിന്നും സ്വല്പം ഡാർക്കായിട്ടും വരുന്നു. റേറ്റ് വരുന്നത് 2135 ആണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. 2 സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് സ്കാറ്റേർഡായിട്ടും വന്നിരിക്കുന്നു. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ എംബ്രോയ്ഡറി വർക്കുകൾ ഹാഫായിട്ട് വരുന്നുണ്ട്. അതുപോലെ ബോർഡറും വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൽ വരുന്ന കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സാരി വെയർ ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു സാരിയാണ്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലല്ല. ഇതതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. കണ്ടോ, നല്ല പെർഫെക്ഷനോട് തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗത്തും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കട്ട് വർക്കിൻ്റെ തന്നെ മറ്റ് കട്ട് വർക്കുകളും കൂടെ നമുക്ക് ഈ കളറിൽ തന്നെ കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ വരുന്നു. ഒരു സ്വല്പം ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. എല്ലാ കളറുകളും ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നല്ല കളേഴ്സിലാണ്. ഡാർക്കുണ്ട്, ലൈറ്റ് കളേഴ്സുണ്ട്. എല്ലാത്തിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഈ സൈഡിൽ ഈ പ്ലേറ്റിൻ്റെ ഭാഗം വരെയും ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുമാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് തന്നെ. ഇതിൻ്റെ മറ്റ് ഡിസൈനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ വരിക. റേറ്റ് വരുന്നത് 2135 ആണ്. നല്ലൊരു ചിക്കോ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഓൾ ഓവർ വരുന്നത് ഇങ്ങനെയാണ് വരിക. 2 സൈഡിലും ബോർഡർ വരുന്നു. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് പല്ലുവിൽ വരുന്ന ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. റേറ്റ് 2135 ആണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ഈ കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലുള്ള ഡിഫറൻസാണ്. അതുപോലെ കളർ ഷെയ്ഡും അതുപോലെ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡറിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. റേറ്റ് 2135. എല്ലാം നല്ല കളർ ഷെയ്ഡുകളിലാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു. ഇത് നോക്ക്, നല്ല കളർ ഷെയ്ഡ്. ഇതിൽ
ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ കട്ട് വർക്ക് 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും അതുപോലെ ഈ സൈഡിൽ ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരിക. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. റേറ്റ് വരുന്നത് 2135 ആണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചില കളേഴ്സിന് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഫോണിൽ സ്വല്പം മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിടെ കയ്യിലിരിക്കുന്ന ഫോണിലും ചിലപ്പോൾ നമുക്ക് ആ കളർ ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഡൗട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് വീഡിയോ കോളിൽ വിളിച്ചാൽ ഞങ്ങളിതിനെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് 2 സൈഡിലും ഇതിൻ്റെ ബോർഡറും കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബോർഡർ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് 1 പ്ലീറ്റ് ആയിട്ടും ഇതിനെ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2135 ആണ്. അപ്പോൾ ഞാൻ ഈ കട്ട് വർക്കിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെയും കൂടെ സെൽഫായിട്ടുള്ളത് കുറേ സാരികൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതാ ഇഷ്ടം എന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും കളറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കുക. ഞങ്ങളത് വീഡിയോ കോളിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരുന്നതായിരിക്കും.